ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആയുർവേദ റിസോർട്ടിന് മുന്നിലാണ് കേട്ടോ. നിങ്ങൾ ആദ്യം വിചാരിക്കും കേരളത്തിലാണെന്ന്. കേരളത്തിലല്ല, ഞാൻ ഇവിടുത്തെ പനാമയിലെ ഫസ്റ്റ് ആയുർവേദ ഒതന്റിക് ഒരു റിട്രീറ്റ് സെന്ററിലാണ് നിൽക്കുന്നത്. വെൽക്കം ടു എന്റെ തല പോകും. ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പനാമയിൽ നിന്നാണ്. കൊളംബിയയിൽ നിന്ന് എന്തിന് പനാമയിൽ വന്നു എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കാണും. അത് ഞാൻ എന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പനാമയിലെ ചാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണേഴ്സായിട്ടുള്ള റിബാ സ്മിത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ വൺ ഓഫ് ദ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻ്റെ അവരുടെ ഒരു ഫാം ഹൗസിലാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ്, ഒരാവശ്യമായിട്ട് വന്നതാണ്. പുള്ളിക്കാരന് അവിടെ യോട്ട് കാര്യങ്ങൾ ഭയങ്കര ലക്ഷറി സംഭവങ്ങൾ കേട്ടോ ഇതിൻ്റെ അകത്ത്, ആക്ച്വലി ആ ഒരു ഏരിയയുടെ അകത്ത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. മൈറ ഹായ്. അങ്ങനെ മൈറയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മൈറയുടെ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്നതാണ്. ഇനി ഞാൻ തിരിച്ച് പോവുകയാണ്. ഞാൻ മൈറയുടെ അവിടെ ഇന്നലെ രാത്രി മാത്രം ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ആയുർവേദ റിസോർട്ടില്ലേ, അങ്ങോട്ടാണ് ഞാൻ ആക്ച്വലി പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് ഇനാഗുറേഷനാണ്. ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നു. ഇന്ന് ഇനാഗുറേഷനാണ്. പെട്ടെന്ന് അങ്ങോട്ട് എത്തട്ടെ. ഇന്നലെ എത്തേണ്ടതാണ്. നമ്മളവിടെ നിന്ന് മൈറയുടെ അമ്മയുടെ കൂടെ. ഹലോ, ¿cómo estás? How are you? Fine. പുള്ളിക്കാരി കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. നമ്മളിവിടെ തവള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന ഇവരുടെ ഒഹാദ്രെ, പിന്നെ ഇവിടെ നമ്മുടെ പഴത്തിൻ്റെ എംപനാദയുടെ ഇത്. അങ്ങനെ തന്നെ മൈറ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. മൈറ ഗ്രാസിയാസ്. പ്രോക്സിമോ ടൈം. ഓക്കെ, ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്. നീ ഓക്കെ, ചാओ. Gracias, muchas gracias. Muchas gracias. ഞാൻ കുളിച്ചു പോലും ഇല്ല കേട്ടോ. Me no good smell. No. അപ്പൊ ഞാനങ്ങനെ നമ്മുടെ പനവേദയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. Ciao. Gracias. സോ ഫൈനലി ഞാൻ റെഡിയായി, ഫ്രഷായി. നമ്മുടെ ആയുർവേദയുടെ പനാമയിലെ ഫസ്റ്റ് ഒരു റിസോർട്ടാണ് കേട്ടോ. ഫസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടുത്തെ വന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തന്നായിരുന്നു. ഞാൻ ഇന്ന് ഇവിടുത്തെ ഇനാഗുറേഷനും ഇവിടുത്തെ ഒരു ബ്രോഡായിട്ടുള്ള ഇവരുടെ കാഴ്ചകൾ, ഇവരുടെ ഫെസിലിറ്റീസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇനാഗുറേഷൻ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഗസ്റ്റുകളെല്ലാവരും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലോഞ്ച് ഏരിയ, ഒരു റിസപ്ഷൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മുടെ ഇനാഗുറേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞു. നമ്മുടെ പനാമയിലെ ഇന്ത്യൻ അംബാസിഡറും പിന്നെ ഇവിടുത്തെ കൊമേഴ്സിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, പനാമ ഗവൺമെൻറ്റിൻ്റെ കൊമേഴ്സിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ ട്രേഡിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് സംഭവം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെയാണ് കേട്ടോ. കുറേ ആളുകൾ ഇവിടെ, അതിഥികൾ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. Continue, Mr. Roberto. Then, Mr. There you go. Good. അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ ഗച്ഛതു ഉത്തമാത്മയാ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. Welcome you all today. On behalf of our Panaveda family, we warmly welcome our respected minister, Indian ambassador, and all our honored guests, friends, and well-wishers. Today is a very special day for us
because Panaveda is opening its doors to bring healing, wellness, and happiness to many people. Panaveda is a place for natural healing, peaceful treatments, and calm living inspired by Ayurveda. ഞാൻ ഇത്ര നേരം ടീഷർട്ടാണ് ഇട്ട, ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഷർട്ട് മാറ്റി ഒരു കോൺഫിഡൻറ്റ് വന്നത് കേട്ടോ. ഈ ഒരു ഫോർമൽ പരിപാടി ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ ഓൾറെഡി സ്പീച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ നമ്മുടെ ആയുർവേദത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ എന്ന് പറയുന്നത് പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ആയുർവേദത്തെ തുടങ്ങിയത് കേരളത്തിലാണെന്ന്. സത്യത്തിൽ ആയുർവേദം തുടങ്ങിയത് കേരളത്തിലല്ല. ആയുർവേദ പുരാതനമായിട്ട് ഏകദേശം 10,000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ ഒരു കറണ്ട് ജോഗ്രഫിക്കൽ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാരണാസി ആ ഒരു ഏരിയ അവിടെ നിന്നൊക്കെയാണ് തുടങ്ങിയത്. ഇത് തുടങ്ങിയെന്ന് പറയുമ്പം ആയുർവേദം വന്നതെന്ന് പറയുമ്പം നമ്മുടെ വൺ ഓഫ് ദ വേദം, 4 വേദങ്ങളിലെ ഒരു വേദമായിട്ടുള്ള അഥർവേദത്തിൽ നിന്ന് വന്ന ഒരു സിസ്റ്റമാണ് ആയുർവേദ എന്ന് പറയുന്നത്. പിന്നീട് അത് നമ്മുടെ മെഡീവൽ എറയൊക്കെ വന്നപ്പം, പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പം അത് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നൊക്കെ അത് പയ്യെ അടർന്നു മാറി. പിന്നീട് നമ്മുടെ സദേൺ ഭാഗത്ത് കേരളയിൽ അത് കൂടുതലായിട്ട് പ്രിസർവ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. മാത്രമല്ല കേരളത്തിലെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ പല തരത്തിലുള്ള മരുന്നുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് കൂടുതൽ കേരളത്തിൽ പച്ച പിടിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ഇപ്പോൾ ഉള്ള പല ഓയിൽ മസാജ് സിസ്റ്റം, ആയുർവേദത്തിലെ ഓയിൽ മസാജ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം അത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ 2 തരത്തിലുള്ള ആയുർവേദം ഇപ്പോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും ഓയിൽ ഉപയോഗിച്ചുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ അത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചതും, ആയുർവേദം എന്ന ഒരു പഴയ ഏൻഷ്യൻ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം അത് ആക്ച്വലി പണ്ടത്തെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന്, ഇപ്പോഴത്തെ ഒരു വാരണാസി ആ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏൻഷ്യൻ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കേരള ആയുർവേദ സ്പെസിഫൈഡ് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്നാണ്ട് നമ്മുടെ കരിക്ക്. The mind is peaceful, the digestion is strong, and the spirit feels light. Thrive, and people from many cultures live here with harmony and openness. And Panama is already becoming a wellness and medical tourism hub in the region. If you have traveled from the city today, I'm sure you already have sensed it. The calmness, this fresh air, this quietness, this is the feeling of Ayurveda itself. Good afternoon, Honorable Vice Minister Astrid Abrego, all our friends from Panama. You have already listened to, the team which is behind this brilliant idea of bringing Ayurveda in Panama, de abrir este centro. Espero que cada ustedes va a tener impacto positivo de este centro en su vida y usted va a vivir un poco más elevada con todos los principios de... Thank you. Gracias primero al embajador Somitset, embajador de India en Panamá, por tener la amable deferencia de invitarnos a este acto, a Mr. Rajiv por invitarnos también a esta inauguración. ഇവിടെ ഇനാഗുറേഷന് സെർവ് ചെയ്യുന്ന ഫുള്ള് നമ്മുടെ നാട്ടിലെ അതേ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഡ്രിങ്ക്സ് ആയിട്ട് കരിക്ക്, പിന്നെ നമ്മുടെ ചെറിയ ഇഡ്ഡലി, കുറേ നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഉത്തരേന്ത്യയുടെ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടുള്ള പാനിപൂരി ഉണ്ട്. ഇവിടെ നമ്മുടെ ഇനാഗുറേഷനും ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ എൽദോ ചേട്ടൻ്റെ വക ഇവിടെ ഒരു ഒരു ഗൈഡഡ് ടൂറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലമൊക്കെ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പനവേദ ആയുർവേദ റിസോർട്ടിൻ്റെ അവരുടെ ഒഫീഷ്യൽ ലോഗോ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആയുർവേദ മസാജിങ് റൂംസ് ആണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. മാത്രമല്ല ഇവിടുത്തെ കറക്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക, ആയുർവേദയ്ക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു നമ്മുടെ പശ്ചിമഘട്ടം ഫീലാണ് കേട്ടോ നമ്മുടെ പനാമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ പാത്തിയിലെ എക്യുപ്മെൻറ്റ്സും ഉപകരണങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ ആയുർവേദ മസാജിങ് റൂം. Inside so many herbals.
This is a steamer, which is this is sauna in Atlanta. So we have a pressure steam injector here. You open it. It sits inside this and it closed. So only the head will come out. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മസാജിങ് സെക്ഷൻ്റെ ഭാഗം. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഏരിയ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന നമ്മുടെ റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ. ഹോല ലോങ് ടൈം. ഇവിടെ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കുവാണ്. ഇവിടെ പാനിപൂരി, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പാനിപൂരി. പിന്നെ ഈ കാണുന്ന നമ്മുടെ റൈസ്, പിന്നെ ഇവിടെ നമ്മുടെ സാലഡ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് പനാമയിൽ വന്നപ്പം ഇവിടെ ഒരു മലയാളി പാസ്റ്റർ ഉണ്ടെന്ന് കേട്ടായിരുന്നു. മലയാളി പാസ്റ്റർ ലോകത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട്, അത് വേറൊരു ഫാക്റ്റാണ്. പാസ്റ്ററിനെ ഞാൻ ഇന്ന് കണ്ടുമുട്ടി. പാസ്റ്ററിന് വേണോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഒരു ബ്രദർ ഷിബു. ഓക്കെ, ചേട്ടൻ തന്നെ പറഞ്ഞോളൂ. സോറി. എൻ്റെ പേര് ഷിബു എന്നാണ്. ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. എൻ്റെ വൈഫ് പനാമക്കാരിയാണ്, മക്കളുണ്ട്. ഇത് ഇവാഞ്ചലിസം, പിന്നെ ചെയ്യുന്നത് ചാരിറ്റി വർക്ക്, ഓൾസോ ലീഡിങ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ. നാട്ടിൽ നിന്ന് എത്ര വർഷത്തിന് മുന്നേ വന്നതാ? നാട്ടിൽ നിന്ന് വന്നിട്ട് 2014 ഇങ്ങോട്ട് വന്നു. 2014. നല്ലോട്ട് പോകാറുണ്ടോ? എല്ലാ വർഷവും പോകാറുണ്ട് നാട്ടിൽ ഞാൻ. ഓക്കെ ഓക്കെ. കോവളത്താണ് കേട്ടോ. അത് കോവളത്താണ്. ഞാൻ നെടുമങ്ങാട്, നമ്മുടെ സ്വന്തം നാട്ടുകാരെ കേട്ടോ. എനിക്കൊന്ന് പനാമയിൽ കണ്ടതിൽ ഏറ്റവും നമ്മുടെ നാട്. അതെ, ചേട്ടനെ കണ്ടപ്പോൾ എനിക്കെന്തോ വേറൊരു ഫീൽ കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടുകാരെ. നമ്മൾ ഇപ്പൊ ചേട്ടൻ വയനാടുകാരനാണ്, ബട്ട് എന്നാലും ചേട്ടനെ കണ്ടപ്പോൾ ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു അടുപ്പൊക്കെ കേട്ടോ. കറക്റ്റ് നമ്മുടെ തിരുവനന്തപുരം. അത് മാത്രമല്ല, എൻ്റെ ഉമ്മയുടെ സ്ഥലം വള്ളക്കടവാണ് കേട്ടോ. ചേട്ടൻ്റെ സ്ഥലം കോവളം. രണ്ടും സമുദ്ര തീരമാണ്, രണ്ടും അടുത്താണ് കേട്ടോ. ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഫുഡാണ്. ഞാൻ ബ്രദറിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാനും പ്ലേറ്റ് എടുത്തു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ഫുൾ ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ഉത്തരേന്ത്യയിലെ പാനിപൂരി, പിന്നെ നമ്മുടെ ചപ്പാത്തി, പിന്നെ റൈസ്, നമ്മുടെ പാനിപൂരി കേട്ടോ. എങ്ങനെയുണ്ട്? വെരി ഗുഡ്, സോ ഗുഡ്, അടിപൊളി കേട്ടോ. കുറേ നാൾക്ക് ശേഷം പാനിപ്പൂരി കഴിച്ചോണ്ടാവും. അടിപൊളി. പിന്നെ ഇവിടെ നമ്മുടെ ഭക്ഷണം. ഞാനങ്ങനെ ഫുഡ് കഴിച്ചു. നമ്മുടെ ചേട്ടനെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ ശ്രീലേഷ് ചേട്ടൻ, നമ്മുടെ മലയാളി. ഞാൻ അന്ന് പനാമയിൽ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. യു ഗൈസ് വാണ്ട് ടു സേ ഹായ്? സോറി, യു ഗൈസ് വാണ്ട് ടു സേ ഹായ്? ഓക്കെ, ജസ്റ്റ് സേ ഹായ്. ഇതാണ് കേട്ടോ നമ്മുടെ ശിവസ് ചേട്ടൻ്റെ മക്കളാണ്. വാട്ട്സ് യുവർ നെയിം? ലിയ? Sorry? Timothy? Sarah. Nice to meet you guys. Come to Kerala, okay? ഇവർ കൊച്ചിലെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ചേട്ടനൊരു പനാമൻ യുവതിയാണ് കല്യാണം കഴിച്ചത്. ചേട്ടാ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. നെക്സ്റ്റ് മീറ്റ്. ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു. ഇവിടെ എല്ലാവരും കൂടെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടുത്തിയില്ല, കുറേ പേരെ പരിചയപ്പെടുത്താനുണ്ട്. കുറച്ച് പേരെ പരിചയപ്പെടുത്തി. ഞാൻ എല്ലാവർക്കും കൂടെ ചിക്കാസ് ഉണ്ട്. ഹോല ഹോല ഹോല. ¿Cómo estás, chicas? Bien. ഇത് ഇവിടുത്തെ വേറൊരു മസ്യൂസ് ആണ് കേട്ടോ. ഹോല. എന്റെ ബോഡി വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത്. ആയുർവേദ മസാജ് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇത് നമ്മുടെ ഡോക്ടർ. എന്തുണ്ട്, സുഖമല്ലേ? നാട്ടിലെവിടെയാ? കൊല്ലം. ചേട്ടൻ കൊല്ലം. വയനാട്. ചേട്ടൻ എന്താണ്? തെറാപ്പിസ്റ്റ് ആണ് ചേട്ടൻ. ഇവർ ആയുർവേദ തെറാപ്പിസ്റ്റ്. ആൻഡ് ഹായ്, ഹോല. ഇത് ഇവിടുത്തെ ജസിക, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നതാണ്. ഹായ്. How are you? Good. What's your name? Amel. Do you want to say something? No. Okay. So, say welcome to Panaveda. Welcome to Panaveda. yes. And what about you? It's Vasu. And I am CFO എന്താ സംഭവം? finance officer. Okay. And you are the one behind Panaveda? അതാ കൊറേ മടിയന്മാരെ പിടിച്ച് കൂട്ടി നിർത്തി കണ്ടില്ലേ നടുക്ക് കയറിയിരിക്കുന്നത്. നാട്ടിലെവിടെയാ? നാട്ടില് കോട്ടയം കാഞ്ഞിരപ്പള്ളി. എന്റെ പേര് നിഷ. ദിസ് ഇസ് മൈ ഹസ്ബൻഡ്, ദിസ് ഇസ് മൈ ഡോട്ടർ, ആൻഡ് we are from Kerala, but he is from Chennai, but we are actually settled down in US. ഇപ്പൊ പനാമയില്
ഇവിടെ പനവേദ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എന്താ പറയുക സെൻറ്ററൊക്കെ ആയപ്പോൾ നമുക്ക് തന്നെത്താനെ കുറച്ച് റിട്രീറ്റ് ഒക്കെ ആകാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്നു. She wants to tell something. Now what? What do you want to say? I was born in USA. You were born in Kerala, and Papa was born in ചെന്നൈ. Chennai. Yeah. Nellore. നെല്ലൂർ. യെസ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ശ്രീലേഷ് എന്ന് പറയുന്ന മലയാളി പുള്ളിയാണ് എന്നെ ഇവിടെ കണക്ട് ചെയ്ത് തന്നത്. ഇവിടെ കണക്ട് ചെയ്തത് നമ്മുടെ രാജീവ് ചേട്ടൻ്റെ അടുത്താണ്. ചേട്ടാ പറയൂ. എൻ്റെ ചാനലിൽ കൂടെ ഇപ്പോൾ ഒരു ആൾക്കാർക്ക് തന്നെ അറിയുന്നുണ്ടാവല്ലോ. ഓക്കെ. ഐ ആം ഓൾസോ പാർട്ട് ഓഫ് പനവേദ. ഓക്കെ, വി ഓൾ ടുഗദർ സ്റ്റാർട്ടഡ് ദിസ്. എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ ചേട്ടൻ തന്നെ പറയൂ. என் பேர் சந்தோஷ் ரமணன். நாங்கள் செஃப்பாக இருக்கேன். நாங்கள் ஃபுட் ட்ரக் ஓப்பன் பண்ண போகிறோம் பரம்பரான்ட்டு. அதுக்காக நான் இங்கே இருக்கேன். ഓക്കെ. എന്തായാലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ് പനവേദ. ഓക്കെ, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനും ഡോക്ടറും കൂടെ ഇവരുടെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ നീന്താനായിട്ട് വന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആയി, നമ്മുടെ ഇനാഗുറേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ രാവിലെ ആയുർവേദ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി പെട്ടെന്ന് തട്ടിക്കുട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല. ഇതെന്താണ് ഡോക്ടർ? ഇത് ഉപ്പുമാവ്. കിനോ ഉപ്പുമാവ് കേട്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റിനും ആയുർവേദിക് ഭക്ഷണമാണ്. നമ്മുടെ അംബാസഡറിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ. അവർ ഓൾറെഡി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്. കഴിഞ്ഞ ദിവസം പുള്ളിയായിട്ട് കുറേ ചിറ്റാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹമ്പിളായിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ. ഭയങ്കര ഓപ്പണായിട്ട് ഇങ്ങോട്ട് തന്നെ നമ്പറൊക്കെ തന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് ഇവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഡോക്ടറും എന്തോ ചേട്ടനുമാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നോക്കൂലേ? എന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരൂലേ? ഓക്കെ. ഇന്ന് ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെന്റും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വർക്ക് ആവുന്നുണ്ടോ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇതിനിടയിൽ ഞാൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലോട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ച് കുറുക്ക് വേദന ഉണ്ട്. കുറുക്ക് വേദനയല്ല, ബാഗ് തൂക്കിയിട്ട് കുറച്ച് ആളുകളായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ബാക്ക് പെയിൻ ഉണ്ട്. കുറുക്ക് വേദന അല്ല, സോറി, നമ്മുടെ നടുവേദന. ഡോക്ടർ വരൂ, വാ. ഈ കാണുന്നതാണ് നമ്മുടെ കൺസൾട്ടേഷൻ റൂം. നമസ്കാരം. യെസ്, പറയൂ. എനിക്ക് ഈ ട്രാവൽ ചെയ്തിട്ട് കുറെ നാളുകൊണ്ട് ബാഗ് തൂക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ബാക്ക് പെയിൻ അത്യാവശ്യമുണ്ട്. ബാക്ക് പെയിൻ ഇപ്പൊ ഒരു 1-2 വർഷം ആയിട്ട് ചില സമയത്ത് ഫുൾ ടൈം ഉണ്ടാവില്ല, ചില സമയത്തൊക്കെ. 2 വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇടയ്ക്ക് ഇതുപോലെ ഞാൻ നാട്ടില് പോയപ്പോ ഒരു സ്ഥലത്ത് ആയുർവേദ വെൽനസ് സെന്ററിൽ ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം ഒരു എന്തോ ചെയ്തായിരുന്നു ഒരു ഡോക്ടർ. ട്രാക്ഷൻ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, അത് മതി. ഇനി ചെറിയ വേദന. അവിടെയും ഇതിന്റെ പുറകിൽ വേദന. അതുപോലെ നീ കാലം പ്രശ്നം ബാലൻസ് പോകുന്നുണ്ടോ? വിറയ്ക്കുന്നു, വേദന ഉണ്ട്. പ്രശ്നമാണോ? മതിയാ. ഇവിടെ ചെറിയൊരു കംപ്രഷൻ ഉണ്ട്. അപ്പൊ ഈ കംപ്രഷൻ കാരണം നമുക്ക് ഇവിടുന്ന് പോകുന്ന ഞരമ്പാണ് സയാറ്റിക്ക. ആ ഞരമ്പ് ഇങ്ങനെ പ്രസ് ആവും, ഈ ഞെക്കി പിടിച്ചേ. പ്രശ്നം വെച്ചാല് ഈ ഞരം ഞെക്കി പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് നമുക്ക് ഈ റേഡിയേറ്റിംഗ് പെയിന്, വെള്ളം ഞെക്കും, കട്ട് വരയ്ക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മെയിനായിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എങ്ങനെ ഭയങ്കര സത്യത്തില് ആയുർവേദം ചേട്ടൻ തന്നെ പറഞ്ഞോ എന്താ
ഞാൻ എന്റെ കൈ നോക്കിയിട്ടൊന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക, ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ. ആക്ച്വലി അതൊരു പൾസ് ഡയഗ്നോസിസ് ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഡയഗ്നോസിക് മെത്തേഡ്സ് ആണ്. അത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൾസ് വെച്ചിട്ട് നാടി വെച്ചിട്ട് നമ്മൾ ആയുർവേദത്തില് ബേസ് ചെയ്യുന്നത് വാതപിത്ത കഫ പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. നമ്മൾ ഈ നാടി വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വരാൻ പോകുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കണ്ടീഷൻ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എന്റെ കണ്ടീഷൻ ഇവന് പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഭയങ്കരമാണ്. എനിക്ക് മനസ്സിലായി സത്യം കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആവും ചില കാര്യത്തിനൊക്കെ. അപ്പൊ ഇപ്പം തന്നെ ഞാൻ ഒരു അരമണിക്കൂറും ഒരാവശ്യത്തിന് ഇമോഷണൽ ആയിട്ടോ. എന്തോ ചില കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. ചില ആളുകൾ വിട പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഒരു കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ എനിക്ക് അത് പെട്ടെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് കത്തി കേട്ടോ. ഇതെങ്ങനെയാ ഈ നാടി വെച്ചിട്ട് ആക്കുന്നതെന്ന്. ഇംപ്രസീവ്. അതൊരു എന്താ പറയാ ഒരു ആയുർവേദത്തിന്റെ ഒരു വലിയൊരു പോസിറ്റീവ് തിങ് ആണ് ഈ പൾസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ. ചില പണ്ടൊക്കെ ആണെങ്കിൽ സ്കാനോ എക്സ്റേ അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലേ. അപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന കേട്ടോ, വൈദ്യന്മാരെ കണ്ടുപിടിക്കുന്നത് നാടി പിടിച്ചിട്ടാണ്. ചില വൈദ്യന്മാരുണ്ട് നാടി പിടിച്ചിട്ട് റിപ്പോർട്ടൊന്നും നോക്കത്തില്ല, നാടി പിടിച്ചിട്ട് അവരത് കറക്റ്റ് ആയിട്ടുള്ളത്. കേരളത്തില് നമ്മുടെ ഉത്തരേന്ത്യയിൽ ജനിച്ച ഈ ആയുർവേദം കേരളത്തിൽ നിന്ന് പോകേണ്ട പ്രധാന കാരണം ഫാമിലി ലീനിയേജ് ഉള്ളത് കൊണ്ടാണല്ലേ. ചില വൈദ്യന്മാര് പറഞ്ഞു കൊടുക്കാറുണ്ട്, ചിലര് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ തന്നെ അങ്ങ് പോകും, ആ ഒരു കഴിവൊന്ന് പോകും. നമ്മുടെ കളരിയൊക്കെ പോലെ മർമ്മത്തിൽ തന്നെ പല അളവുകളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഡെവലപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എന്താണ് ട്രീറ്റ്മെന്റ്? നമുക്കിപ്പോ എനിക്ക് ജസ്റ്റ് ഒരു ട്രാക്ഷൻ പോലെ ചെയ്തിട്ട് നമുക്ക് നടുവിന് കിഴി കൊടുക്കാം. പെയിൻ ഇൻഫ്ലമേഷൻ കുറയും. പക്ഷെ എന്തായാലും പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. നമുക്കിപ്പോ യാത്രയ്ക്ക് ഉണ്ടാകുന്ന ഇപ്പൊ എനിക്ക് ചെയ്യാൻ പാടായിരിക്കും. നാട്ടിൽ ചെന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു കുറച്ച് ദിവസം, ഒരു 14 ദിവസം ഒക്കെ കണ്ടിന്യൂസ് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് റിക്കവർ ആയിരിക്കും. നമ്മുടെ ലങ്കോട്ടിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ലങ്കോട്ടി പലർക്കും പരിചിതമായിരിക്കുമല്ലോ. ലങ്കോട്ടിയാണ് ആയുർവേദത്തിൽ നമ്മൾ അണ്ടർവെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. പിന്നെ ഇവിടെ നമ്മുടെ ധാരയ്ക്കുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കിഴി, ഇവിടെ നമ്മുടെ എൽദോശേട്ടനാണ് കേട്ടോ. എന്താ പറയാനുള്ളേ? എല്ലാം നാട്ടിൽ നിന്നുള്ളതാണല്ലേ? എല്ലാം നാട്ടിൽ നിന്നുള്ള മെഡിസിൻസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം തന്നെ ഓയിൽസ് ആയാലും ഈ സാധനങ്ങളെല്ലാം തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നല്ലോ, നമ്മുടെ പാത്തി എല്ലാം. എൻ്റെ ദേഹമൊക്കെ തിരുമി കിഴിയൊക്കെ ഇട്ടു. ഇനി നേരെ നമ്മുടെ സ്റ്റീമിലോട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ വേപ്പറൈസേഷനാണ് കേട്ടോ, നമ്മുടെ സ്റ്റീമിങ് സംഭവം. എൻ്റെ തെറാപ്പിയൊക്കെ കഴിഞ്ഞു, മസാജ് കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ ഹെർബൽ ടീക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ടാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെ വന്നു? ആക്ച്വലി ആയുർവേദം എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ അങ്ങനെ റിസർച്ചിനൊന്നും അധികം ഫണ്ടൊന്നും ചെയ്ത് റിസർച്ച് ചെയ്യിപ്പിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ആയുർവേദം ഇതുവരെയൊക്കെയായിട്ടും ബുക്കുകളായിട്ട് അധികം വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത്. ചൈനീസ് മെഡിസിൻ പോലെ അല്ല ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ബട്ട് കുറച്ച് ഗവൺമെൻറ് കൂടെ സപ്പോർട്ട് രീതിയിൽ വലിയൊരു റിസർച്ചൊക്കെ ചെയ്ത് തരുന്നെങ്കിൽ അത് കൂടുതൽ എന്താ പറയുക, ഇപ്പം പല രാജ്യത്തും ആയുർവേദം കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എസ്പെഷ്യലി ഇപ്പോൾ യൂറോപ്യൻ ചില രാജ്യങ്ങളിലൊന്നും. അപ്പോൾ അവരൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ വേറെ രീതിയിലൊക്കെയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഹെർബൽ ടീ, ഇതെന്ത് ഹെർബൽ ടീയാ? ഇത് ശംഖുപുഷ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാ. നാട്ടിൽ നിന്നുള്ളതാണോ? അല്ല, ഇവിടെ കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താണ്. അതിന്റെ ബേസ് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം കളറ് കാണുമ്പോൾ കുറച്ച് ഹെർബൽസും കൂടെ ഉണ്ട്. അത് ഡീടോക്സിഫിക്കേഷൻ, അതുപോലെ റിലാക്സേഷൻ, ഡീട്രസ്, അതിനൊക്കെ ഉള്ള കുറച്ച് ഹെർബൽസ് ആണ്. ഇത് നമ്മുടെ കോമ്പിനേഷനാണ്, പുറത്ത് കിട്ടത്തില്ല. എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു.
നമ്മുടെ ബിൽഡിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റുകൾക്കുള്ള റൂം. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നതൊക്കെ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു കോമൺ ഏരിയ വരുന്നത്. നമ്മുടെ റൂമൊക്കെ മുകളിലോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞാൻ റൂം കാണിച്ചു തരാം. നമ്മുടെ റൂം ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു റൂം വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ ബെഡ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ഓ, വാഷ്റൂം വേറെ ലെവല് വാഷ്റൂം ആട്ടോ. നോക്കിക്കേ, ഇതാണ് കേട്ടോ വാഷ്റൂം. അടിപൊളി. ഇവിടെ നമ്മുടെ ഷവർ സ്പേസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ഷവറിൻ്റെ ഒരു സ്പേസ്. ഇവിടെ നമുക്ക് തുണിയൊക്കെ തൂക്കാനുള്ള ഒരു ഭാഗം. വാവ്. ഇവിടെ വാഷ്റൂമിൽ റെഫ്രിജറേറ്ററൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മിനി റെഫ്രിജറേറ്റർ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ബാക്കി ഫുൾ വീഡിയോ നിങ്ങളിവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റടുത്തത്. എല്ലാവരും ബൈ.